ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരം നടന്ന സ്ഥലമാണ്. പ്രതീക്ഷയില്ലാന്ന് അവർക്ക് പറയാൻ പറ്റുമോ? 3 ഇലക്ഷൻ കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് ഇവിടെയുണ്ട്. കാത്തിരുന്ന് കാണാം. ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരം നടന്ന സ്ഥലമാണ്. പ്രതീക്ഷയില്ലാന്ന് അവർക്ക് പറയാൻ പറ്റുമോ? 3 ഇലക്ഷൻ കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് ഇവിടെയുണ്ട്. UDF LDFിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് അനായാസേന UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കും. അതിനേക്കാൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പഞ്ചായത്തേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 6 പഞ്ചായത്ത് കിട്ടി. കൊണ്ട സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. സണ്ണി ജോസഫ് KK ശൈലജ മത്സരമാണോ? ഞങ്ങൾ തമ്മിൽ 11-ൽ മത്സരം നടന്നു. നിത മത്സരം കൊണ്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ. നമുക്ക് അങ്ങനെ ഒരു ക്ലാസിക് പോരാട്ടം കാണാൻ കഴിയുമോ? എന്തോ UDFന് അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. അല്ല, നമുക്കങ്ങനെ സണ്ണി ജോസഫ് KK ശൈലജ ക്ലാസിക് പോരാട്ടം പേരാവൂരിൽ കാണാൻ കഴിയുമോ? കാത്തിരുന്ന് കാണാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. 11-ൽ തോറ്റു, പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റു, അതുകൊണ്ട് അത് കൂടെ കൂട്ടി വായിക്കാം നമുക്ക്. ശരി, കാണാം. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് CPM പാർട്ടിയല്ലേ, ആരായാലും സാധ്യത ചെയ്യും.